കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് റാഗിംഗ് കേസിൽ റിമാൻഡ് ചെയ്ത പ്രതികളെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. തെളിവെടുപ്പടക്കമുള്ള നടപടിക്രമങ്ങൾ ഇന്ന് നടത്തും. അതേസമയം റാഗിംഗിൽ കോളേജ് അധികൃതർക്ക് പങ്കുണ്ടെന്ന പരാതിയിൽ ജില്ലാ പോലീസ് മേധാവി അന്വേഷണം നടത്തും. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് റാഗിംഗ് കേസിൽ പ്രതികളായ സാമുവൽ ജോൺസൺ, NS ജീവ, റിജിൽ ജിത്ത്, രാഹുൽ രാജ്, NV വിവേക് എന്നീ സീനിയർ വിദ്യാർത്ഥികളാണ് റിമാൻഡിൽ കഴിയുന്നത്. അന്വേഷണ സംഘം ഇവരെ ഇന്ന് കസ്റ്റഡിയിൽ വാങ്ങും. ഇതിനായി ഏറ്റുമാനൂർ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. 2 ദിവസത്തേക്ക് കസ്റ്റഡിയിലെടുക്കാനാണ് തീരുമാനം. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങുന്നത് നീട്ടിക്കൊണ്ടുപോകുന്നതിന് പിന്നിൽ ഇടതുപക്ഷക്കാരായ പ്രതികളോടുള്ള മൃദു സമീപനമാണെന്ന് വിമർശനമുയർന്നിരുന്നു. കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളുമായി റാഗിംഗ് നടന്ന ഹോസ്റ്റലിൽ തെളിവെടുപ്പ് നടത്തുകയാണ് പ്രധാന നടപടി. 5 പ്രതികളെയും ഒന്നിച്ചോ അല്ലെങ്കിൽ ഒന്നാം പ്രതി സാമുവൽ ജോൺസനെ മാത്രമായോ തെളിവെടുപ്പ് നടത്താനാണ് സാധ്യത. ലഹരി ഉപയോഗിക്കാനായി പണപ്പിരിവ് നടത്തിയത് ഒന്നാം പ്രതിയായ സാമുവൽ ആണെന്നതിന് ഡിജിറ്റൽ തെളിവുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതേസമയം കോളേജ് അധികൃതരെ കേസിൽ പ്രതി ചേർക്കാത്തതിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇതോടെ റാഗിംഗിൽ കോളേജ് അധികൃതരുടെ പങ്ക് അന്വേഷിക്കാൻ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. റാഗിംഗ് തടയാൻ കോളേജ് പ്രിൻസിപ്പളും മറ്റ് അധികൃതരും തക്ക സമയത്ത് നടപടി സ്വീകരിച്ചില്ലെന്ന പരാതിയിലാണ് അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയത്. പ്രിൻസിപ്പൽ ഡോക്ടർ സുരേഖ AT, അസിസ്റ്റന്റ് പ്രൊഫസർ അജീഷ് P മാണി എന്നിവർ ആഭ്യന്തര അന്വേഷണത്തിനു പിന്നാലെ സസ്പെൻഷനിലാണ്. ജനം, കോട്ടയം.